സ്വീകരിക്കണമെങ്കിൽ റബ്ബിലേക്ക് നമ്മൾ അടുക്കുക, ഷിർക്ക് ചെയ്യാതെ വിനയത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, എന്നാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾ റബ്ബിനോട് നീ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, എന്നാൽ ആ റബ്ബ് നിങ്ങൾക്ക് വെള്ളം വർഷിപ്പിച്ച് തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ തിന്മയിൽ നിന്ന് പാടെ മാറി നിന്നുകൊണ്ട് ഓരോ സമയത്തും റബ്ബിന് ശുക്ർ ചെയ്യാൻ, റബ്ബിലേക്ക് അടുക്കാൻ, റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ചൂടിൻ്റെ കാഠിന്യത്തിൽ നിന്ന് ശമനം നൽകാൻ. കാരണം പലപ്പോഴും പല ആൾ തളർന്നു വീണുകൊണ്ടിരിക്കും, നമ്മളെ കുട്ടികൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ചൂട് തന്ന റബ്ബ് സൂര്യൻ്റെ നാഥൻ, ആ സൂര്യൻ്റെ നാഥനോട് തന്നെ നമുക്ക് ചോദിക്കണം, പടച്ചോനെ ചൂടിന് ശമനം നൽകണമേ എന്ന്. ഇത് ഒരു ജുമാക്കുള്ള പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ ഓരോ സമയത്തും രാത്രി തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ